അതെ, നിങ്ങളുടെ സ്ഥാനാർത്ഥി വൻ പരാജയം നേരിട്ട് നിൽക്കുവാണല്ലോ. നിങ്ങളെ നേതാവ് തൂക്കുന്നായിരുന്നല്ലോ ഇലക്ഷന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, തൂക്കുന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ അക്ഷരം ഒന്ന് മാറി, തോക്കും ചിലപ്പോഴൊക്കെ. എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ ഈ റംബൂട്ടാൻ അത് നിങ്ങളുടെ ചിഹ്നമായിട്ട് എടുത്തത്? അത് നേതാവിന് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവന്മാര് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവന്മാരെ അകത്തോട്ട് വിളിച്ചേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ നാസറിന്റെ മോളുടെ വയറ് കാണലിന് പ്രചരണത്തിന് പോയപ്പോ അവിടുത്തെ തള്ള MLA വരുന്നേന്ന് പറഞ്ഞത്. എടാ മണ്ടകൊണാപ്പി, അന്ന് മഴയായിരുന്നു, ചെളി തെറിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് മെല്ലെ വരണേ എന്ന് പറഞ്ഞതാ, അല്ലാതെ MLA വരുന്നേന്ന് പറഞ്ഞതല്ല. വെറും നാണം കെട്ട തോൽവിയാണല്ലോ തോറ്റിരിക്കുന്നത്. തോക്കുന്നെങ്കിൽ ഇങ്ങനെ തോക്കണം, അതാണ് എനിക്ക് പറയാം. നിങ്ങളെ നേതാവ് ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇങ്ങനെ നടക്കും. എന്തൊക്കെ അറിയണം, ഇങ്ങോട്ട് വാ. അതെ റംബൂട്ടാനെ, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. ചാനലാരും പിടിച്ച് പൊളിച്ച് ചവച്ച് തുപ്പി വിടും. മൊത്തത്തിൽ ഇപ്പൊ എനിക്ക് എത്ര വോട്ട് കിട്ടി? 10-60,000 ജനങ്ങളുള്ള ഈ മണ്ഡലത്തില് താങ്കൾക്ക് 500 വോട്ട്. എന്തായാലും നേതാവ് സെഞ്ചുറിക്ക് മേലെ വോട്ട് പിടിച്ചില്ല. ഇലക്ഷനും സെഞ്ചുറിയും തമ്മിൽ എന്തുവാടാ ബന്ധം? 100 കഴിഞ്ഞാൽ സെഞ്ചുറി അല്ലേ? ഈ വിവരദോഷിയൊക്കെ പാർട്ടി കയറ്റിയവനെ അടിക്കണം. ഈ റംബൂട്ടാൻ ചിഹ്നം തന്നെ ഒരുമാതിരി ചൊറി പിടിച്ച കോൺസെപ്റ്റ് ആയി പോയി. ഈ റംബൂട്ടാൻ കണ്ട ആർക്കാണെന്ന് പിച്ചാൻ തോന്നാത്ത? എടാ, അത് മരത്തിൽ നിൽക്കുമ്പോ ഈ ചിഹ്നമായിട്ട് കാണുമ്പോ നമുക്കൊരു ചൊറി ഫീൽ അടിക്കും. അതിന്റെ കൂടെ നിന്റെ ഫോട്ടോയും ചൊറി. നമുക്കൊന്നുകൂടി ഈ വോട്ടുകളൊക്കെ ഒന്ന് എണ്ണാൻ പറഞ്ഞാലോ? തെറ്റ് പറ്റിയിട്ടുണ്ടാവും അവർക്ക്. മോനെ, 1, 2, 3 വോട്ടിനല്ല തോറ്റത്. എങ്ങനെ എണ്ണീട്ട് 400 സംതിങ് വോട്ടേ ആവുന്നുള്ളൂ. നാണക്കേട് വിചാരിച്ച് അവർ 500 റൗണ്ട് ആക്കി പുറത്തു വിട്ടേ. ഇനി വോട്ടിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ എണ്ണ അറിയാത്ത എവ എണ്ണണം. 5 എത്രടാ? 55. ആ കണ്ടാ, നീ ജയിച്ച്. പാർട്ടി നിർബന്ധിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ ഞാൻ തയ്യാറായിരുന്നു. നീ മുഖ്യ വേറെ വല്ല ആയനെ എന്നെ കൊണ്ട് പറയിക്കല്. എന്താടാ? എടാ എന്റെ കൂടെ വാടാ. പിതാവേ. പിതാവാ? താഴേന്ന് നോക്കിയപ്പോ 1ാം സ്ഥാനം ഉണ്ട്. 2 കൂട്ടം വെച്ചോ? ഞാൻ പോന്നു.